രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീമദ് വാൽമീകി രാമായണം യുദ്ധകാന്ഡം 60-ാം സർഗം. കുംഭകർണനെ ഉണർത്തുന്നത്. രാമബാണമേറ്റ് രാവണൻ തളർന്നു, വില്ല് ഭൂമിയിൽ വീണു. ശ്രീരാമൻ രാവണനോട് പറഞ്ഞു, ഇന്ന് നീ ഭയപ്പെടേണ്ട, ലങ്കയിലേക്ക് പോയിക്കൊള്ളൂ. ആയുധങ്ങൾ, വാഹനങ്ങൾ ഇവയോടുകൂടി നാളെ യുദ്ധത്തിന് വരൂ. രാവണൻ ലങ്കയിൽ പ്രവേശിച്ച് സ്വഭവനത്തിൽ ചിന്തയിൽ മുഴുകിയിരുന്നു. ഇതുവരെയുള്ള കഥാഭാഗങ്ങൾ നാം കേട്ടുകഴിഞ്ഞതാണ്. രാവണൻ സ്വർണമയമായ സിംഹാസനത്തിലിരുന്നു കൊണ്ട് രാക്ഷസന്മാരോട് പറഞ്ഞു, മഹേന്ദ്രതുല്യനായ ഞാൻ ഒരു മനുഷ്യനാൽ തോൽപ്പിക്കപ്പെട്ടു. ഞാൻ ചെയ്ത തപസ്സെല്ലാം വ്യർത്ഥമായിരിക്കുന്നു. മനുഷ്യനിൽ നിന്നാണ് നിനക്ക് ആപത്ത് വരിക എന്ന് ബ്രഹ്മദേവൻ പറഞ്ഞിരുന്നത് അപ്രകാരം തന്നെ ഫലിച്ചു. ദേവന്മാർ, ദാനവന്മാർ, ഗന്ധർവന്മാർ എന്നിവരിൽ നിന്നും, യക്ഷന്മാർ, രാക്ഷസർ, പന്നകങ്ങൾ എന്നിവരിൽ നിന്നും മരണമുണ്ടാകുകയില്ല എന്ന വരം ഞാൻ നേടി. എന്നാൽ മനുഷ്യനിൽ നിന്ന് മരണമുണ്ടാകുകയില്ല എന്ന വരം ഞാൻ ആവശ്യപ്പെട്ടില്ല. ഇക്ഷ്വാകു വംശരാജാവായ അനരണ്യൻ പറഞ്ഞിരുന്നു, എടോ രാക്ഷസാധമ, എൻ്റെ വംശത്തിൽ ഒരുവൻ ജനിക്കും. പുത്രന്മാരോടും സേനകളോടും അശ്വങ്ങളോടും സൂതനോടും കൂടിയ നിന്നെ യുദ്ധത്തിൽ അവൻ നിഗ്രഹിക്കും. നിന്റെ വംശനാശത്തിന് വേണ്ടിയാണ് എൻ്റെ കുലത്തിൽ ഒരുവൻ ജനിക്കുന്നത്. അനരണ്യൻ്റെ വാക്ക് ഇതാ സത്യമാവുകയായി. പണ്ട് ഞാൻ വേദവതിയെ അപമാനിച്ചപ്പോൾ അവൾ എന്നെ ശപിച്ചു. ആ വേദവതിയാണ് വിദേഹ രാജപുത്രിയായി ജനിച്ച സീത. ശ്രീപാർവതി, നന്ദികേശൻ, രംഭ, വരുണകുമാരി ഇവരെല്ലാം എൻ്റെ മേൽ ചൊരിഞ്ഞ ശാപവാക്കുകൾ നിഷ്ഫലമാവുകയില്ല. ഇനി നമുക്ക് വിജയിക്കുവാൻ എന്താണ് മാർഗമെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് പറയുവിൻ. നിങ്ങൾ പോയി കുംഭകർണനെ ഉണർത്തുവിൻ. അവൻ ഉറക്കം തുടങ്ങിയാൽ പിന്നെ 6 മാസം കഴിഞ്ഞേ ഉണരുകയുള്ളൂ. ഇപ്പോൾ ഉറക്കം തുടങ്ങിയിട്ട് 9 ദിവസമേ ആയുള്ളൂ. നിങ്ങൾ ചെന്ന് എങ്ങനെയെങ്കിലും അവനെ ഉണർത്തുവിൻ. രാക്ഷസന്മാർ വളരെ സംഭ്രമത്തോടുകൂടി കുംഭകർണൻ്റെ അരമനയിലേക്ക് ചെന്നു. അവർ കുംഭകർണനെ ഉണർത്താൻ ശ്രമം തുടങ്ങി. ആനകുന്തുബി തുടങ്ങിയ വാദ്യങ്ങളോടുകൂടി ആന, കുതിര, തേര്, കാലാൾപ്പട എന്നീ ചതുരംഗപ്പടയും കുംഭകർണൻ്റെ മാറിലൂടെ പാഞ്ഞു നടന്ന് ആർത്ത് വിളിച്ചുണ്ടാക്കിയ കോലാഹലത്താൽ ലോകമാകെ വിറച്ചു. 1000 കുടം വെള്ളം കൊണ്ടുവന്ന് കുംഭകർണൻ്റെ ചെവിയിൽ ഒഴിച്ചു. മൂക്കിനകത്തെ രോമങ്ങൾ ആനകളെ കൊണ്ട് പിഴുതെടുക്കുമ്പോൾ തുമ്പിക്കൈ മുറിഞ്ഞ ആനകൾ അലറി വിളിച്ചു. എന്നിട്ടും ദേവവൈരിയായ കുംഭകർണന് അനക്കമുണ്ടായില്ല. 1000 ആനകളെ കുംഭകർണൻ്റെ ശരീരത്തിൽ കൂടി ഓടിച്ചു. 13,000 രാക്ഷസന്മാർ കൂക്കി വിളിച്ചു. ആരോ തന്നെ തലോടുന്നു എന്ന് വിചാരിച്ച് കുംഭകർണൻ ഉറക്കമുണർന്നു. 1000 കുടം മദ്യം, 1000 കുടം രക്തം, കുന്നുപോലെ കൂട്ടിയിരിക്കുന്ന രുചികരമായ ഭക്ഷണപദാർത്ഥങ്ങൾ എന്നിവ മുന്നിൽ കണ്ട് സന്തോഷത്തോടെ കുംഭകർണൻ എഴുന്നേറ്റിരുന്നു. പച്ചമാംസവും മറ്റ് ആഹാരപദാർത്ഥങ്ങളും കഴിച്ച് സന്തുഷ്ടനായിരിക്കുമ്പോൾ രാക്ഷസന്മാർ കുംഭകർണൻ്റെ അടുത്ത് ചെന്നു. നിങ്ങൾ എന്തിനാണ് എന്നെ ഉണർത്തിയത്? രാജാവിന് ക്ഷേമമല്ലേ? തീർച്ചയായും എന്തോ ആപത്തുണ്ടായിട്ടുണ്ട്. എന്നെ ഉണർത്താനുണ്ടായ കാരണം പറയൂ. രാജാവിൻ്റെ മന്ത്രിയായ യൂപാക്ഷൻ തൊഴുതുകൊണ്ട് അറിയിച്ചു. ദേവന്മാരിൽ നിന്ന് ആപത്തൊന്നുമില്ല. ഒരു മനുഷ്യനിൽ നിന്നാണ് നമുക്ക് സങ്കടാവസ്ഥ നേരിട്ടിരിക്കുന്നത്. വാനരന്മാർ ലങ്കയെ നിരോധിച്ചിരിക്കുന്നു. സീതാപഹരണത്താൽ ദുഃഖിതനായ രാമനാലാണ് നമുക്കുള്ള ഭയം. ഒരൊറ്റ കുരങ്ങൻ ഇവിടെ ആദ്യം വന്ന് ലങ്കാനഗരം മുഴുവൻ ചുട്ടരിച്ചു. അക്ഷകുമാരൻ പരിവാരസഹിതം ആനകളടക്കം ഹനിക്കപ്പെട്ടു. രാമൻ ഇന്ന് അങ്ങയുടെ ജ്യേഷ്ഠനെ യുദ്ധത്തിൽ പരാജിതനാക്കി.
ലങ്കയിലേക്ക് പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു വിട്ടു. ജ്യേഷ്ഠൻ്റെ തോൽവിയെപ്പറ്റി കേട്ടപ്പോൾ കുംഭകർണൻ യൂപാക്ഷനോട് പറഞ്ഞു, ഞാനിപ്പോൾ തന്നെ രാമനെയും ലക്ഷ്മണനെയും വാനര സൈന്യത്തെയും പോരിൽ വധിച്ച് അതിനുശേഷം ജ്യേഷ്ഠനെ കണ്ടുകൊള്ളാം. അപ്പോൾ രാക്ഷസ സേനാപതിയായ മഹോദരൻ പറഞ്ഞു, അങ്ങ് ആദ്യം രാവണൻ്റെ വാക്ക് കേട്ട് ഗുണദോഷങ്ങളെ ആലോചിച്ചറിഞ്ഞതിൽ പിന്നെ പോരിൽ ശത്രുക്കളെ ജയിച്ചാലും. മഹോദരൻ്റെ വാക്ക് കേട്ട് കുംഭകർണൻ പുറപ്പെട്ടു. രാക്ഷസന്മാരിൽ ചിലർ രാവണൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു. കുംഭകർണൻ എഴുന്നേറ്റു. ചെറിയ തമ്പുരാൻ നേരിട്ട് യുദ്ധത്തിന് പോവുകയോ ഇവിടെ വന്ന് തൃക്കൺ പാർക്കുകയോ എന്താണ് വേണ്ടത്? രാവണൻ പറഞ്ഞു, അവൻ ഉടനെ ഇങ്ങോട്ട് വരണം. യഥോചിതം അവനെ എനിക്ക് സൽക്കരിക്കണം. പിന്നീട് യുദ്ധത്തിന് പോകാം. രാക്ഷസന്മാർ ജ്യേഷ്ഠൻ്റെ കൽപ്പന കുംഭകർണനെ അറിയിച്ചു. കുംഭകർണൻ എഴുന്നേറ്റു, മുഖം കഴുകി കുളിച്ചു, സർവ്വ ആഭരണങ്ങളും അണിഞ്ഞു. മനസ്സിന് ഉത്സാഹമുണ്ടാക്കുവാനായി 2000 കുടം മദ്യം ഒറ്റ ഇരിപ്പിന് കുടിച്ചു തീർത്തു. പോകാനൊരുങ്ങി. കുംഭകർണൻ ജ്യേഷ്ഠൻ്റെ അരമനയിലേക്ക് നടക്കുമ്പോൾ കാൽ ചവിട്ടുകൾ കൊണ്ട് ഭൂമി കുലുങ്ങി. കുംഭകർണൻ വീതിയിൽ കൂടി നടന്നു പോകുമ്പോൾ മതിലിൽ മുകളിൽ നിൽക്കുന്ന വാനരന്മാർ പലരും ആ പർവ്വതാകാരനെ കണ്ടു. അവർ പേടിച്ചു വിറച്ചു. രക്ഷിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് അവർ ശ്രീരാമൻ്റെ അടുത്തെത്തി. ചിലർ ഞെട്ടിത്തെറിച്ച് ഭൂതലത്തിലേക്ക് വീണു. മറ്റു ചിലർ 4 ദിക്കിലേക്കും ഓടി. ഭയം കൊണ്ട് ചിലർ കണ്ണടച്ച് നിലത്ത് കിടന്നു. ഉജ്ജ്വല കാന്തിയുള്ള കിരീടം ധരിച്ച് സൂര്യനെ തൊടുന്ന വിധം മഹാഗിരി തുല്യനായ അത്ഭുതാകാരനെ കണ്ട വാനരന്മാരെല്ലാം ഭയപ്പെട്ട് ഓടിമറഞ്ഞു. 60-ാം സർഗം ഇവിടെ അവസാനിക്കുന്നു. ജാനകീ ജീവനസ്മരണം. ജയ ജയ രാമ രാമ.